അപ്പോൾ ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള തേജുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർ തന്നിട്ടുള്ള ഓർഡർ ആയിരുന്നിട്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ചെയ്യാനാണ്. വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോർമൽ കേക്കായിട്ട് ചെയ്യേണ്ട വെഡ്ഡിങ് ആനിവേഴ്സറി ഇല്ലേ, അപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പിലേക്കൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഇതാ കേക്ക് സ്പഞ്ചൊക്കെ ചെയ്തെടുത്ത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ ഇതാ നമ്മൾ ക്രം കോട്ട് ചെയ്ത് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 5 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ അധികം ഓർഡേഴ്സൊന്നും കിട്ടാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ അധികം മെനക്കെടാറില്ല എന്ന് വേണം പറയാനായിട്ട്. അധികം ഞാനങ്ങനെ നമ്മളിടുന്ന കേക്കിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ഞാൻ അന്ന് ചെയ്യാറില്ല. നമ്മൾ അറിഞ്ഞ് വരുന്നവർ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ നന്നായിട്ട് കേക്ക് ഓർഡേഴ്സൊക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു ബ്ലൂ കളർ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലൂ ക്രീമിൽ നമ്മൾ കുറച്ച് ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഈ ഒരു ഡെക്കറേഷൻ കിട്ടും. പിന്നെ അതാ ഗോൾഡൻ കുറച്ച് എഡിബിൾ അല്ലാട്ടത് ഗോൾഡൻ ഫ്ലവേഴ്സും കൂടി ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് വൈറ്റ് കളർ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റർ എഴുതി കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിലാണ് കേട്ടോ. ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ മാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കേക്ക് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ടാറ്റാ ബൈ, സീ യു.